മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരായ അന്വേഷണത്തിൽ നിർമ്മാതാവും നടനുമായ സോബിൻ ഷാഹിറിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് സോബിൻ. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം. സിനിമയ്ക്കായി പണം മുടക്കിയവരെയും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇതിപ്പോൾ നിരവധി തവണയായി സോബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം തീർച്ചയായും സംശയം ഇരട്ടിക്കുന്നല്ലേ? അന്വേഷണത്തിൽ കൂടുതൽ ഒരുപക്ഷെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്ന മുറയ്ക്കായിരിക്കുമല്ലേ ചോദ്യം ചെയ്യൽ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പണം മുടക്കിയവരെയും ഇഡി ചോദ്യം ചെയ്യും എന്ന സൂചനകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനുള്ളത്? ലക്ഷ്മി, കൂടുതൽ കുരുക്ക് സൗബിൻ ഷാഹിറിന് മുറുകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതിന്മേലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാനമായിട്ടും ഇഡി അന്വേഷിക്കുന്നത് ഈ സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, മാത്രവുമല്ല ഈ സിനിമയുടെ പങ്കാളികൾ ആരൊക്കെയാണ്, ഈ സിനിമാ നിർമ്മാണത്തിന് പണം കണ്ടെത്തിയത് ഏതു വിധത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗബിൻ ഷാഹിറിനെ ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വിവരങ്ങൾ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ആഴ്ച തന്നെ ഹാജരാകാനായിട്ട് ഇഡി നോട്ടീസ് നൽകുന്നത്. സൗബിൻ ഷാഹിർ ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ്. അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അഭിനയിച്ച നടൻ കൂടിയാണ്. നേരത്തെ ഈ സിനിമാ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഷോൺ ആന്റണിയെയും ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഇഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ തമിഴ്നാട്ടിലും കേരളത്തിലുമടക്കം മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് വലിയ രീതിയിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെന്നുള്ളതായിരുന്നു നിർമ്മാതാക്കളടക്കം പ്രചരിപ്പിച്ചത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇഡിക്കുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലെ അടക്കം ഈ കളക്ഷന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ കൂടി നിർമ്മാതാക്കളോട് ഇഡി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ഈ പറവ ഫിലിംസ്, അതായത് പറവ ഫിലിംസിന്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പറവ ഫിലിംസിന് വേണ്ടിയിട്ട്, ഈ സിനിമാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് പണം മുടക്കിയിട്ടുള്ളത്, അവർക്ക് ഈ പണം എവിടെ നിന്ന് ലഭിച്ചു, അതിന്റെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇഡി അന്വേഷിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സൗബിൻ ഷാഹിറിനെ അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാതാക്കൾക്കെതിരെയും കേസെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് അരൂർ സ്വദേശിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, ഏകദേശം 7 കോടിയോളം രൂപ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി വാങ്ങിച്ച് അതിന് ശേഷം ലാഭവിഹിതമോ മുടക്കിയ പണമോ നൽകിയിരുന്നില്ല. അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ അനുമതി നൽകിയത്. എന്തായാലും ആ ഒരു കേസിന്മേലുള്ള തുടർ നടപടികൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇഡിക്ക് പരാതി ലഭിച്ചതും ഇഡി പ്രാഥമിക അന്വേഷണം നടത്തി മറ്റ് രീതിയിൽ ചോദ്യം ചെയ്യലുകളിലേക്കും മറ്റും കടന്നതും. എന്തായാലും നിലവിൽ ഇഡി സൗബിൻ ഷാഹിറിനെ ഈ ആഴ്ച തന്നെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സൗബിൻ ഷാഹിറിൽ നിന്നും ഇഡി തേടുന്നത്. എന്തായാലും ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ സിനിമാ നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിൽ നേരത്തെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള ഒരു സംശയവും അതോടൊപ്പം ചില പരാതികളും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന്. ഈ കുറച്ചു കാലങ്ങളായി നമ്മൾ തുടർച്ചയായി കേൾക്കുന്നതാണ്, സിനിമ ഇറങ്ങി ഒരാഴ്ചത്തേക്ക് മുൻപേ 100 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ് എന്നുള്ളത്. ഈ പ്രദർശന വിജയം അങ്ങനെ കാണിച്ചുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നു. അതാണല്ലോ പ്രധാനമായും ഈ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ നേരിടുന്ന ആ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ്. ഈ കേരളത്തിലെ പ്രദർശന വിജയം സംബന്ധിച്ച് ഇഡിക്ക് പ്രത്യേകിച്ച് സംശയമില്ല. പക്ഷേ തമിഴ്നാട്ടിലെ ടിക്കറ്റ് കളക്ഷൻ കണക്കുകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ വളരെ ആഴത്തിൽ അന്വേഷിക്കുന്നത് എന്നുള്ളതാണല്ലോ. കാരണം സോബിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായി എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇഡി മുന്നോട്ട് നീങ്ങുന്നത്. തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിന് റെക്കോർഡ് കളക്ഷൻ ലഭിച്ചു എന്നുള്ളതായിരുന്നു നിർമ്മാതാക്കൾ കേരളത്തിലടക്കം പ്രചരിപ്പിച്ചത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റെക്കോർഡ് കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ രേഖകളൊക്കെ തന്നെ ഹാജരാക്കാൻ നിർമ്മാതാക്കളോട് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഉള്ളത്. എന്തായാലും അതിന് സാവകാശം നിലവിൽ സൗബിൻ ഷാഹിർ തേടിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത ഇഡിക്ക് വരികയുള്ളൂ. നേരത്തെ തന്നെ സിനിമാ നിർമ്മാണ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾ ഉണ്ട് എന്നുള്ള ഒരു സംശയം നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കളക്ഷൻ പെരുപ്പിച്ച് കാട്ടുന്ന വേളയിൽ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണത് നിർമ്മാതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ആ ഒരു പണം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇഡി പരിശോധിക്കുന്നത്. എന്തായാലും ഈ കളക്ഷൻ വിവരങ്ങളടക്കം അതിൽ ആ റെക്കോർഡുകളും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഇഡി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും സൗബിൻ ഷാഹിറിനെ വീണ്ടും വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് ഇഡി. രേഷ്മ, പ്രാഥമികമായി തന്നെ നമുക്കറിയാം പോലീസ് അന്വേഷണം അത് നടന്നപ്പോൾ തന്നെ നിർമ്മാതാക്കൾക്ക് എതിരായ റിപ്പോർട്ടാണല്ലോ പോലീസ് റിപ്പോർട്ട് വന്നത്. ഇത് നേരത്തെ ആസൂത്രണം ചെയ്ത തട്ടിപ്പാണ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാതിക്കാരനായ വ്യക്തിയെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നുള്ളതായിരുന്നല്ലോ പോലീസ് റിപ്പോർട്ടും. ലക്ഷ്മി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഇഡിയുടെ അന്വേഷണവും പോലീസിന്റെ കേസും രണ്ട് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇഡിയുടെ അന്വേഷണം രണ്ടാമതായിട്ടാണ് വന്നത്. പക്ഷെ ആദ്യം തന്നെ കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു. അത് അരൂർ സ്വദേശിയുടെ പരാതിന്മേലായിരുന്നു അത്തരമൊരു കേസ് സൗബിൻ ഷാഹിറിനെതിരെയും പറവ ഫിലിംസിനെതിരെയും മുന്നോട്ട് പോയത്. അതിൽ കോടതിയുടെ അനുമതിയോടുകൂടി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ സൗബിൻ ഷാഹിറിന്റെ അച്ഛൻ ബാബു ഷാഹിർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്റ്റേ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും പോലീസ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരൂർ സ്വദേശിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പറവ ഫിലിംസ് വാങ്ങിച്ചെടുത്തത്. മാത്രമല്ല ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടും പണം വാങ്ങിച്ചു. അതുകൂടാതെ ലാഭവിഹിതം നൽകുകയോ മുടക്കിയ പണം നൽകുകയോ ചെയ്തിട്ടില്ല. കൂടാതെ ചെലവായി എന്ന് പറഞ്ഞതിന്റെ പകുതി പണം മാത്രമേ അത് ചെലവായിട്ടുള്ളൂ. പക്ഷേ ഈ അരൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത പണം അത് കൂടുതലായിരുന്നു. അത്തരത്തിലൊരു വഞ്ചനാ സ്വഭാവം അല്ലെങ്കിൽ വഞ്ചിക്കണമെന്നുള്ള ഒരു പദ്ധതി നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം നേരത്തെ ഹൈക്കോടതിയിലടക്കം നൽകിയ റിപ്പോർട്ട്. ആ ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ വഞ്ചനാ കേസ് അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വന്നത്. എന്തായാലും ഇഡി അന്വേഷിക്കുന്നത് ഈ സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിർമ്മാതാക്കൾക്ക് പണം എവിടെ നിന്നാണ് ലഭിച്ചത്, ആരൊക്കെ തന്നെയാണ് നിർമ്മാണ പങ്കാളികൾ, ആ പങ്കാളികളുടെ സോഴ്സ് എവിടെ നിന്നാണ്, അതായത് അവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സൗബിൻ ഷാഹിറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ആ രേഖകളിലൂടെ അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. മറ്റു കാര്യം കൂടി, ഈ മരട് പോലീസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സാഹചര്യമുണ്ട്. ഈ ഒരു പറവ ഫിലിംസിന്റെ ഉടമസ്ഥത കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനൊക്കെ സമീപിച്ചിരുന്നല്ലോ. മുൻകൂർ ജാമ്യത്തിൽ മാത്രമല്ല ഈ കേസിന്റെ നടപടികൾ അത് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പറവ ഫിലിംസിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ ഹൈക്കോടതി ഈ അടുത്ത തവണ കേസ് പരിഗണിക്കും വരെ സ്റ്റേ നടപടികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അടുത്ത ഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി പ്രധാനമായിട്ടും പരിശോധിക്കും. പ്രത്യേകിച്ച് വഞ്ചന കേസാണ്. അതിലൊരു ഗൂഢമായിട്ടുള്ള ഉദ്ദേശം ഈ നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ ഈ ഹർജിക്കാർക്ക് ഉണ്ട് എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതിയിലടക്കം പോലീസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഹർജിക്കാർക്ക് പ്രതികൂലമായിട്ട് വരാനാണ് സാധ്യത. മാത്രമല്ല ഈ അരൂർ സ്വദേശി നൽകിയിട്ടുള്ള പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വഞ്ചന നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശം ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നു. അതിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളൊരു വാദമാണ് അരൂർ സ്വദേശി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് എടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്റ്റേ നടപടികൾ ഉണ്ട് എങ്കിൽ പോലും അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇഡിയുടെ അന്വേഷണവും നടക്കുകയാണ്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.